ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടിയന്തരാവസ്ഥ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അടിയന്തരാവസ്ഥ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ജർമ്മൻ ഭരണഘടനയിൽ നിന്നുമാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 352 മുതൽ 368 വരെയാണ്. ഭാഗം 18. ഭാരതത്തിൻ്റെയോ അതിലെ ഭൂപ്രദേശത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തെയോ സുരക്ഷിതത്വത്തിന് യുദ്ധത്താലോ ബാഹ്യ ആക്രമണത്താലോ സായുധ വിപ്ലവത്താലോ ഭീഷണിയുണ്ടാകുന്നുവെങ്കിൽ രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ഭരണഘടനയിൽ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ച് പരാമർശിക്കുന്നു. 1. ദേശീയ അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 352. 2. സംസ്ഥാന അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 356. 3. സാമ്പത്തിക അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 360. കേന്ദ്ര ക്യാബിനറ്റിൻ്റെ ലിഖിത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നു. അത് നോക്കാം. യുദ്ധം, ബാഹ്യ ആക്രമണം, സായുധ കലാപം എന്നിവയിലൂടെ രാജ്യത്തിന് ഭീഷണി നേരിടുമ്പോൾ രാഷ്ട്രപതി ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. രാഷ്ട്രപതി പുറപ്പെടുവിക്കുന്ന ദേശീയ അടിയന്തരാവസ്ഥ 1 മാസത്തിനുള്ളിൽ പാർലമെൻറ്റ് അംഗീകരിക്കേണ്ടതാണ്. പാർലമെൻറ്റ് അംഗീകരിക്കുന്ന ദേശീയ അടിയന്തരാവസ്ഥ ഓരോ 6 മാസം കൂടുമ്പോഴും പുതുക്കേണ്ടതാണ്. ഇങ്ങനെ എത്ര കാലം വേണമെങ്കിലും അടിയന്തരാവസ്ഥ നീട്ടിയെടുക്കാവുന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 1962 ചൈനീസ് ആക്രമണത്തെ തുടർന്നാണ്, അഥവാ എക്സ്റ്റേണൽ അഗ്രഷന് ഭാഗമായിട്ടാണ് ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ കാലത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ കാലത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു VK കൃഷ്ണമേനോൻ. 1971 പാകിസ്ഥാൻ ആക്രമണത്തെ തുടർന്നാണ്, എക്സ്റ്റേണൽ അഗ്രഷനെ തുടർന്നാണ് രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. 1971 രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി VV ഗിരിയാണ്. 1971 ദേശീയ അടിയന്തരാവസ്ഥ കാലത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 1971 ദേശീയ അടിയന്തരാവസ്ഥ കാലത്തെ പ്രതിരോധ മന്ത്രി ജഗ്ജീവൻ റാമായിരുന്നു. ആഭ്യന്തര കലാപത്തെ തുടർന്നാണ്, അഥവാ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസിനെ തുടർന്നാണ് 1975 ജൂൺ മാസം 25-ാം തീയതി മൂന്നാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള ദേശീയ അടിയന്തരാവസ്ഥ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രഖ്യാപിച്ചത്. മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി BD ജെട്ടിയാണ്. 1977 മാർച്ച് മാസം 21-ാം തീയതി മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചു. 1975 ദേശീയ അടിയന്തരാവസ്ഥ കാലത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 75 ദേശീയ അടിയന്തരാവസ്ഥ കാലത്തെ പ്രതിരോധ മന്ത്രിയാണ് ബൻസിലാൽ ലെങ്ക. 1975 ദേശീയ അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഷാ കമ്മീഷനാണ്. ആർട്ടിക്കിൾ 356 സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നു. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ സംവിധാനം ഭരണഘടനാ വിരുദ്ധമായതായിട്ട് പ്രസ്തുത സംസ്ഥാന ഗവർണർക്ക് ബോധ്യപ്പെട്ടാൽ ഗവർണറുടെ റിപ്പോർട്ട് പ്രകാരം രാഷ്ട്രപതിക്ക് ആർട്ടിക്കിൾ 356 പ്രകാരം സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാവുന്നതാണ്. സംസ്ഥാന അടിയന്തരാവസ്ഥ സമയത്ത് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്നതും സംസ്ഥാന ബഡ്ജറ്റ് പാസ്സാക്കുന്നതും ഇന്ത്യൻ പാർലമെൻറ്റാണ്. സംസ്ഥാന അടിയന്തരാവസ്ഥ സമയത്ത് രാഷ്ട്രപതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർക്കാണ് സംസ്ഥാനങ്ങളുടെ ഭരണം നിർവഹിക്കുന്നത്. പ്രസിഡന്റ് ഭരണം എന്നറിയപ്പെടുന്നത് സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. സംസ്ഥാന അടിയന്തരാവസ്ഥ പരമാവധി 3 വർഷം വരെ ഏർപ്പെടുത്താവുന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണം നിലനിന്നിരുന്ന സംസ്ഥാനം പഞ്ചാബാണ്. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം മണിപ്പൂരാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബ്. ആർട്ടിക്കിൾ 356 പ്രകാരം
സംസ്ഥാന അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. വർഷം 1959 ജൂലൈ മാസം 31-ാം തീയതി. കേരളത്തിൽ ഇതുവരെ എത്ര തവണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്? 7 പ്രാവശ്യം. കേരളത്തിൽ അവസാനമായിട്ട് ആർട്ടിക്കിൾ 356 പ്രകാരം അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ വർഷം 1982 അടിയന്തരാവസ്ഥ കാലങ്ങളിൽ ആർട്ടിക്കിൾ 358 പ്രകാരം ഭാഗം 3-ലെ ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്നു. ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നു. രാജ്യത്ത് സാമ്പത്തിക സ്ഥിതിക്ക് ഭീഷണിയുണ്ടാകുന്ന അവസരത്തിൽ ആർട്ടിക്കിൾ 360 പ്രകാരം രാഷ്ട്രപതി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് പാർലമെൻറ്റ് 2 മാസത്തിനുള്ളിൽ അംഗീകരിക്കേണ്ടതാണ്. ഇന്ത്യയിൽ നാളിതുവരെയും സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി അടിയന്തരാവസ്ഥ എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇതുപോലുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് PSC ടോപ്പിക്സിനായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.